ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഡിസംബറിൽ ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള സബ് 4 മീറ്റർ കോമ്പാക്ട് SUVs ഏതൊക്കെയാണെന്നുള്ളതാണ്. 3.8 to 4 മീറ്റേഴ്സ് വരെയാണ് കണക്ക് വരുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്പർ 12th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ റെനോ കൈഗറാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം ജസ്റ്റ് 594 വാഹനങ്ങൾ സെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മളിതിനെ മന്ത് ഓൺ മന്ത് കമ്പാരിസണിന് പുറമെ ഇയർ ഓൺ ഇയർ കമ്പാരിസണാണ് ചെയ്യുന്നത്. കാരണം മന്ത് ഓൺ മന്ത് ചെയ്താൽ ആപ്പാടെ 2-3 വണ്ടികൾക്ക് മാത്രമേ ഗ്രോത്ത് ഉള്ളൂ, ബാക്കിയെല്ലാം നഷ്ടത്തിലാണ് കിടക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റും ചില വണ്ടികളിൽ. എനിവേ നമ്മളിപ്പോൾ ഈ വാഹനത്തിന് ഡിസംബർ 2023 സെയിൽസ് എടുക്കുകയാണെങ്കിൽ 865 വാഹനത്തിന് സെയിൽസ് ഇതിന് ആ സമയത്തും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 271 വാഹനങ്ങളുടെ വ്യത്യാസവും 31.33% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ 5 വണ്ടികൾക്കാണ് ടോട്ടൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കൈഗർ. ഇനി അടുത്ത വാഹനത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഇപ്പോഴത്തെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഓൺലൈൻ നോക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ പൊല്യൂഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ ഓർ ബാക്കി വാഹനങ്ങളുടെ ഇൻഫർമേഷനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ആപ്പ് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമ്മളെല്ലാവരും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ ഓൺലൈനിൽ നോക്കുന്നവരാണ്, അല്ലെങ്കിൽ പല ആപ്പുകളിലായിട്ട് നോക്കുന്നവരാണ്. പക്ഷേ എന്നാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ ആപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭവം എങ്ങനെ ഉണ്ടാവും? അത് തന്നെയാണ് ആക്കോ എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ അകത്ത് വണ്ടിയുടെ ട്രാഫിക് ചെല്ലാൻ, അതായത് നമുക്ക് എന്തെങ്കിലും ചെല്ലാനൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ വണ്ടി തന്നെയാണെന്നില്ല, ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഏകദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അവർ എമൗണ്ട് കിട്ടും. അത് അതിൻ്റെ വാല്യൂഷന് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്കൊരു വണ്ടിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിൽ പോകുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കി ജിംനിയാണ്. ഇതിന് കഴിഞ്ഞ മാസം 1200 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഡിസംബർ 2023 730 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 370 വാഹനങ്ങളുടെ വ്യത്യാസം 50.68% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി ജിംനിയാണ് എന്ന് പറയാം. പിന്നെ ഇടയ്ക്കൊരു കാലത്തിൻ്റെ സെയിൽ 200, 300, 400 ആ റേഞ്ചിലേക്കൊക്കെ താഴെ പോവുകയും ചെയ്തായിരുന്നു. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ സെയിൽ കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ കുറച്ചൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഓഫ് റോഡ് കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ ഈ വാഹനം വളരെ നല്ലതാണ്. നമുക്ക് റോഡിൽ ഓടിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ ഡിസൈന്, കോമ്പാക്ട് ഫോം ഫാക്ടർ, പ്രൈസ്, ഇതൊക്കെയാണ് ആൾക്കാർ ഈ വാഹനം വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. ഇപ്പോൾ എന്തായാലും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. ഇനി അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ നിസാൻ മാഗ്നൈറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 2717 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഡിസംബർ 2023 2150 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണെന്ന് പറയും. ജസ്റ്റ് 33 വാഹനങ്ങളുടെ വ്യത്യാസവും 1.53% ഡീഗ്രോത്ത് റേറ്റ് ഉള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറഞ്ഞ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ്. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് ഇതിനാണ് എന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇതിൽ ഇത്തിരി കൂടെ താഴത്തെ ഡീഗ്രോത്തുള്ള മറ്റൊരു വാഹനം കൂടി ഉണ്ട്. പക്ഷേ അത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 23 ഡിസംബറിലെ കണക്കിൽ നമ്മൾ പറയുന്നത് പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയുടെ സെയിലാണ്. പൊതുവേ ഫേസ് ലിഫ്റ്റ് വണ്ടി ആകുമ്പം ഇത്തിരി കൂടെ സെയിൽ കൂടേണ്ടതായിരുന്നു. പക്ഷെ എന്തായാലും ഇവിടെ ഇപ്പോൾ അതൊന്നും സംഭവിച്ചിട്ടില്ല. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പ്രീ ഫേസ് ലിഫ്റ്റ് ആയാലും ഫേസ് ലിഫ്റ്റ് ആയാലും രണ്ടിൻ്റെയും സെയിൽ. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ അർബൻ ക്രൂസർ ടൈസർ എന്ന് പറഞ്ഞ ടൊയോട്ടയുടെ ഫ്രോങ്സിൻ്റെ റീബാഷ്ഡ് വേർഷനാണ്. ഇതിന് കഴിഞ്ഞ മാസം 2628 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നമുക്ക് ഇയർ ഓൺ ഇയർ ബേസിസിൽ സെയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം 2023 ഡിസംബറിൽ വണ്ടി ഇറങ്ങിയിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ ഫ്രോങ്സിൻ്റെയൊക്കെ റീബാഷ്ഡ് വണ്ടി എന്നുള്ള രീതിയിൽ നോക്കുമ്പം അത്രയും സെയിൽ ഇതിന് തീർച്ചയായും ലഭിക്കുന്നില്ല. 10,000 to 14,000 ഇടയിലാണ് ഫ്രോങ്സിന് സെയിൽ കിട്ടുന്നത്. പക്ഷേ ഇതിനിപ്പം 2500 to 3000 ഇടയിൽ സെയിൽസ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ പോലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ടൊയോട്ട എല്ലാം ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ അഡീഷണൽ വോളിയം സുസുക്കി തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ബേസിക്കലി അവർക്ക് തന്നെയാണ് ഇത് വിൽക്കുന്നത് കൊണ്ട് കൂടുതൽ ഗുണം വരുന്നത്. അങ്ങനെ നോക്കിയാൽ നല്ലതാണ്. പിന്നെ ഇതിപ്പോൾ എന്തിനാണ് ഒറിജിനൽ ഉള്ളപ്പോൾ ഇത് എടുക്കുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സോണറ്റാണ്. സോണറ്റിനും കഴിഞ്ഞ വർഷം ഒരു ഫേസ് ലിഫ്റ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫേസ് ലിഫ്റ്റ് ആയിരുന്നു. ഡിസൈനൊക്കെ ഒരു ആവശ്യത്തിന് മാറ്റങ്ങൾ വരുത്തി, അതുപോലെ ഫീച്ചേഴ്സിലും കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി. പക്ഷേ കഴിഞ്ഞ മാസം ഇതിന് 3337 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുള്ളൂ. അത് കുറവാണോ എന്ന് ചോദിച്ചാൽ ഡിസംബർ 2023 ജസ്റ്റ് 10 വണ്ടികളുടെ സെയിൽ മാത്രമേ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പിന്നെ ഇയറിൻ്റെ അതിൻ്റെയൊക്കെ എന്തോ ഒരു മിസ്കാൽക്കുലേഷനാണ്. അല്ലാതെ വണ്ടിക്ക് ആ സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എനിവേ കമ്പയർ ചെയ്യുമ്പോൾ 3327 വാഹനങ്ങൾ
വാഹനങ്ങളുടെ വ്യത്യാസം 33,270% ഗ്രോത്ത് റേറ്റുമാണ് വരുന്നത്. എഗെയിൻ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് മുഖവരിക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ വർഷം സിറോസ് വരുമ്പം സോണറ്റിൻ്റെ സെയിൽ കുറയുന്നുള്ളതാണ്. അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടി ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. ഈ വണ്ടി പഞ്ചിൻ്റെ ഒരു കോമ്പറ്റീഷനിൽ ഇറക്കിയാണെങ്കിലും അത്രയൊന്നും സെയിൽ ഈ വാഹനത്തിന് ഒരിക്കലും കിട്ടിയിട്ടില്ല. പഞ്ചിന് 15,000 to 18,000 ഇടയിലൊക്കെയാണ് സെയിൽസ് കിട്ടിക്കൊണ്ടിരുന്നത്. 2024 ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടിയും പഞ്ചായിരുന്നു. പക്ഷെ എന്തായാലും ഈ വണ്ടിയുടെ കഴിഞ്ഞ മാസത്തെ സെയിൽ 5,270 ആണ്. പൊതുവെ 5,000 to 8,000 ഇടയിലൊക്കെ അതിന് സെയിൽ കിട്ടാറുള്ളൂ. 2023 ഡിസംബറിലാണെങ്കിലും 7,516 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. 2,246 വാഹനങ്ങളുടെ വ്യത്യാസവും 29.88% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ഇതാണ് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് അവർക്ക് വേണമെങ്കിൽ ഒരു അപ്ഡേറ്റ് ഒക്കെ കൊടുത്ത് ഇത്തിരി ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യാം. അടുത്ത നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XUV 3XO ആണ്. ഈ വണ്ടി 300 ഒരു ഫേസ് ലിഫ്റ്റ് ആണ് എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം 300ക്ക് വലിയ സെയിലൊന്നും ഇല്ലായിരുന്നു, 3,000-4,000 ഒക്കെ മാക്സിമം ആയിരുന്നു. പക്ഷേ ഇതിന് കഴിഞ്ഞ മാസം 7,000 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഡിസംബർ 2023 3,550 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3,450 വാഹനങ്ങളുടെ വ്യത്യാസവും 97.18% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ലിസ്റ്റ് സോണത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് XUV 3XO. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം വെന്യൂ ആണ്. നമ്മുടെ സോണറ്റിൻ്റെ സ്വന്തം സഹോദരനാണ്. കഴിഞ്ഞ മാസം 10,265 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. 2023 ഡിസംബറിൽ 10,383 വാഹനങ്ങളുടെ സെയിലായിരുന്നു. 118 വാഹനങ്ങളുടെ വ്യത്യാസം 1.14% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയാണ് വെന്യൂ. ആൻഡ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇയർ ഓൺ ഇയർ സെയിൽസ് ആണ് ഇതിന് വന്നിരിക്കുന്നത് എന്നും പറയാം. കാരണം വ്യത്യാസം വളരെ കുറവാണ്. ആൻഡ് ഓൾമോസ്റ്റ് സെയിൽസും എടുക്കുകയാണെങ്കിൽ ഈക്വൽ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് കഴിഞ്ഞ മാസം 10,752 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഡിസംബർ 2023 9,692 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. അതായത് 1,060 വാഹനങ്ങളുടെ വ്യത്യാസവും 10.94% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സെയിലാണ് എന്ന് പറയാം. പക്ഷേ 2024 ബാക്കി മാസങ്ങളെ സെയിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇത്തിരി കുറവായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. 10,000 സെയിൽ എന്ന് പറഞ്ഞാലും വളരെ നല്ലത് തന്നെയാണ്. ഇനി അടുത്തായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ നെക്സോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 13,536 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ഡിസംബർ 2023 15,284 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 1,748 വാഹനങ്ങളുടെ വ്യത്യാസവും 11.44% ഡീഗ്രോത്ത് റേറ്റുമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റയുടെ തന്നെയാണ്. അത് പഞ്ചാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന വണ്ടിയും പഞ്ച് തന്നെയാണല്ലോ. കഴിഞ്ഞ മാസം 15,073 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. 2023 ഡിസംബറിൽ 13,787 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 1,286 വാഹനങ്ങളുടെ വ്യത്യാസവും 9.33% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. 18,000 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം കുറച്ച് കാലം. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ ഒരിത്തിരി സെയിൽ കുറഞ്ഞു എന്ന് പറയേണ്ടി വരും. പക്ഷേ സ്റ്റിൽ 15,000 എന്ന് പറയുന്നത് വളരെ നല്ല സെയിൽസ് ഫിഗർ തന്നെയാണ്. ചില മാരുതി വാഹനങ്ങളെക്കാളൊക്കെ ഇതിന് സെയിൽ ഇപ്പം നന്നായിട്ട് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബ്രസ്സയാണ്. ഇതിന് കഴിഞ്ഞ മാസം 17,336 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 2023 ഡിസംബറിൽ 12,844 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 4,492 വാഹനങ്ങളുടെ വ്യത്യാസവും 34.97% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എഗെയിൻ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് റേറ്റ് ആണ്. ആൻഡ് സെയിൽസ് ആണെങ്കിലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല സെയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സബ് 4 മീറ്റർ വാഹനങ്ങളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.